ജീവൻ പണയം വെച്ച് 10-26 ദിവസം നിരാഹാരം കിടന്ന് മരണത്തിൻ്റെ വക്കിലെത്തി. എന്നിട്ടും സോനം വാങ്ചുക്കിനെ അഭിജിത്ത് ദീപ്കയും കൂട്ടരും തള്ളിപ്പറഞ്ഞോ? സോനം വാങ്ചുക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഉയർത്തുന്ന സംശയം ഇതുതന്നെയാണ്. അതായത് സോനം വാങ്ചുക്ക് 26 ദിവസത്തെ ഉപവാസ സമരം, അതായത് നിരാഹാര സമരം അവസാനിപ്പിച്ചത് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. ജന്തർ മന്ദറിൽ അദ്ദേഹം നിരാഹാരം ആരംഭിക്കുന്നു. ജന്തർ മന്ദറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ദില്ലി ഹൈക്കോടതി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. അതിൻ്റെ ഭാഗമായി ദില്ലി പോലീസ് ജന്തർ മന്ദറിലെത്തി ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആശുപത്രിയിലെത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചികിത്സയൊക്കെ നൽകുന്നു. അപ്പോഴും സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് മരുന്നോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഈ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിലപാടെടുത്തു. ആശുപത്രിയിലും അദ്ദേഹം നിരാഹാരം തുടർന്നു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ് ഏതാണ്ട് 11 കിലോയോളം കുറഞ്ഞു എന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് സോനം വാങ്ചുക്ക് അങ്ങോട്ട്, അതായത് സർക്കാരിന് അങ്ങോട്ടൊരു കത്തെഴുതുന്നത്. ആ കത്തിൽ പറയുന്നത് താൻ നിരാഹാരം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ്. സോനം വാങ്ചുക്കുമായി കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്കും തയ്യാറായിരുന്നില്ല. അദ്ദേഹം അങ്ങോട്ട് ഒരു കത്തെഴുതി കേന്ദ്രത്തിനെ നിരാഹാരം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ നിരാഹാരം അവസാനിപ്പിക്കാൻ ഒരേ ഒരു നിബന്ധന മാത്രമാണ് അദ്ദേഹം വെച്ചത്: കുട്ടികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. അതായത് പാർലമെൻറ്റ് മാർച്ചിനിടയിൽ വലിയ അക്രമ സംഭവങ്ങൾ അതീവ സുരക്ഷാ മേഖലയിൽ നടന്നിരുന്നു. ഇതിൽ പലതും ഗുരുതരമായ അക്രമ സ്വഭാവമുള്ളതാണ്. പോലീസിനെ ആക്രമിക്കുക, ഗർഭിണികളായ പോലീസുകാരികളെ പോലും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അക്രമങ്ങൾക്കെതിരെ പോലീസ് ഗുരുതരമായ വളരെ ഗൗരവമേറിയ നിയമ നടപടികൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ നിയമ നടപടികൾ പിൻവലിക്കണം. അങ്ങനെ പിൻവലിച്ചാൽ ഞാൻ നിരാഹാരം അവസാനിപ്പിക്കാം എന്ന് അങ്ങോട്ട് കത്തെഴുതുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ഇതിന്മേൽ എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് ഇതുവരെ അറിയില്ല. അതായത് കേസുകൾ ഇതുവരെ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിട്ടില്ല. FIRകൾ റദ്ദാക്കാനുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. എങ്കിൽ പോലും എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷേ എങ്കിൽ പോലും സോനം വാങ്ചുക്ക് കഴിഞ്ഞ ദിവസം നിരാഹാരം അവസാനിപ്പിച്ചു. അത് വെറുതെ അങ്ങ് അവസാനിപ്പിച്ചതല്ല, കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ്. JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ പാതിരാത്രിക്ക് ഈ ആശുപത്രിയിൽ വെച്ച് സൂപ്പ് കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. അതിൽ CJP മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമുണ്ട്. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. അത് സോനം വാങ്ചുക്ക് തൻ്റെ ഡിമാൻഡുകളിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. സോനം വാങ്ചുക്ക് ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ വെച്ചുള്ളൂ: കുട്ടികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘർഷത്തിൽപ്പെട്ട് കേസിലകപ്പെട്ടവരുടെ ആ കേസുകൾ പിൻവലിക്കണമെന്ന് മാത്രമാണ്. അതിനും ഒരു ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് തങ്ങൾ സമരം തുടരുമെന്ന് CJP പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി CJPയുടെ പ്രതിനിധികൾ ചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടു. ആ ചർച്ചകൾക്ക് ശേഷം 3 ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ 2ഉം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നതിൽ മാത്രം അവസാന വാക്ക് നാളെ അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയില്ലാതെ അത് നോൺ നെഗോഷ്യബിൾ ആണ് എന്നാണ് ഇന്നലെ CJP നേതാക്കൾ ജന്തർ മന്ദറിൽ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയില്ല എങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി ഞങ്ങൾ എന്നാണ് ഈ അഭിജിത്ത് ദീപ്കെ ഭീഷണി മുഴക്കിയത്. അതായത് താൻ പറയുന്നത് എന്തും കേന്ദ്ര സർക്കാർ അനുസരിച്ചു കൊള്ളണം എന്ന രീതിയിലുള്ള, തനിക്കെന്തോ വലിയ ജനകീയ പിന്തുണയുണ്ട് എന്ന രീതിയിലാണ് ഈ അഭിജിത്ത് ദീപ്കെ പ്രതികരിച്ചത്. ഈ അഭിജിത്ത് ദീപ്കെ ധീരനായ ഒരു പോരാളിയാണ് എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിവരിക്കുന്നത്. അഭിജിത്ത് ദീപ്കയോടൊപ്പം നിൽക്കുന്നവരുമെല്ലാം. സോനം വാങ്ചുക്കിനെ അവിടെ നിന്നും, അതായത് നിരാഹാര സമരം നടക്കുന്ന പന്തലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ പകരം ഒരാൾ നിരാഹാരം ഇരിക്കേണ്ടതായിരുന്നു. അവിടെ പകരം വന്നത് അഭിജിത്ത് ദീപ്കയായിരുന്നു. എന്നാൽ 48 മണിക്കൂർ പോലും നിരാഹാരം പൂർത്തീകരിക്കാൻ അഭിജിത്ത് ദീപ്കയ്ക്ക് സാധിച്ചില്ല. അദ്ദേഹം ഒരു കാരണവുമില്ലാതെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. മോദി രാജിവെക്കുകയോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ ഒന്നും ചെയ്തില്ല. ഇയാൾ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, പകരം ഒരാളും അവിടെ നിരാഹാരം കിടക്കാൻ തയ്യാറായില്ല. ഇവരെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ധീരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു സഹന സമരത്തിന് പോലും തയ്യാറാകാത്ത, അല്ലെങ്കിൽ ഒരു സഹന സമരത്തിന് പോലും കെൽപ്പില്ലാത്ത ആളുകളായി ഇവർ മാറി. ഇതിനിടയിലാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തലപൊക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉയരുന്നത്. അതായത് ആദ്യ ദിവസം മുതൽ തന്നെ സോനം വാങ്ചുക്കും CJPയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സോനം വാങ്ചുക്കിനെ ഈ സമരത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. ആ വിളിച്ചുകൊണ്ടുവന്നത് ഞങ്ങൾ ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങാൻ പോകുന്നു, അതായത്
അതായത് ഞങ്ങളെല്ലാവരും നിരാഹാരം കിടക്കാൻ പോകുന്നു, ആ നിരാഹാര സമരം സോനം വാങ്ചുക്ക് നയിക്കണമെന്നാണ്. അതായത് CJPയുടെ അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ നിരാഹാരം അനുഷ്ഠിക്കും. അങ്ങനെ നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കണം എന്നായിരുന്നു അവർ തമ്മിലുള്ള ആദ്യ ധാരണ. എന്നാൽ ഈ ധാരണ പൊളിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക്ക് മാത്രമായി പോയി നിരാഹാരം കിടന്നപ്പോൾ. താൻ നിരാഹാരം കിടക്കാൻ പോകുന്നു എന്ന് സോനം വാങ്ചുക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇവരാരും നിരാഹാരം കിടക്കാൻ തയ്യാറായതുമില്ല. അഭിജിത് ദീപ്കയോട് അവിടെ കൂടി ഉണ്ടായിരുന്ന പത്രപ്രവർത്തകർ തന്നെ ചോദിച്ചു, നിങ്ങളല്ലേ ഈ ഒരു സമരത്തെ നയിക്കുന്നത്, നിങ്ങളെന്തിനാണ് നിരാഹാരം കിടക്കാത്തത് എന്ന് ചോദിച്ചു. അത് തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, മൈഗ്രെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിജിത് ദീപ്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നിരാഹാരം കിടക്കാനുള്ള ആംബിയർ ഇദ്ദേഹത്തിനില്ലായിരുന്നു. ഇദ്ദേഹം സോനം വാങ്ചുക്കിനെ തന്ത്രപൂർവ്വം ഈ നിരാഹാര കെണിയിൽപ്പെടുത്തി. പിന്നീട് സോനം വാങ്ചുക്കിന് എണീറ്റ് പോകാൻ കഴിയുന്നില്ല. നിരാഹാരം സോനം വാങ്ചുക്കിനൊപ്പം അനുഷ്ഠിക്കാത്തതേ പോട്ടെ, ആ വേദിക്കരികിലിരുന്നു കൊണ്ട് പൂരിയും ബർഗറും പിസയും ഒക്കെ കഴിക്കുകയായിരുന്നു CJPയുടെ നേതാക്കന്മാർ. ഇതിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം സോനം വാങ്ചുക്കിനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അവിടെ നിന്നും നിർബന്ധപൂർവ്വം ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആശുപത്രിയിലും അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നു. സോനം വാങ്ചുക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ സോനം വാങ്ചുക്ക് കരുതിയത്, തന്നെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ പകരം അവിടെ ആരെങ്കിലും നിരാഹാരം അനുഷ്ഠിക്കാൻ ആരംഭിക്കുമെന്നാണ്. അവിടെ ആരും നിരാഹാരം അനുഷ്ഠിച്ചില്ല. മാത്രമല്ല, പിന്നെന്തിന് താൻ നിരാഹാരം കിടക്കണം എന്ന ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാകാം താൻ നിരാഹാരം പിൻവലിക്കാമെന്നൊരു ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയത്. എന്തായാലും കേന്ദ്ര സർക്കാരും സോനം വാങ്ചുക്കും തമ്മിലൊരു ഡീലുണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ആ ഡീലിൽ ധർമ്മേന്ദ്ര പ്രധാനൻ്റെ രാജിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇതാണ് CJP എന്ന പാറ്റ പാർട്ടി നേതാക്കന്മാരെ, കുട്ടി നേതാക്കന്മാരെ പ്രകോപിപ്പിച്ചത്. അവർ സോനം വാങ്ചുക്കിനെതിരെ ചെളിവാരിയെറിയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പലരും പലതരത്തിലുള്ള ആശയവിനിമയം CJPയിൽ നിന്ന് തന്നെ ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോനം വാങ്ചുക്കിൻ്റെ മനസ്സ് വേദനിച്ചു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെട്ട് തനിക്കാരുടെയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. 26 ദിവസം താൻ നിരാഹാരം കിടന്നു. ലഡാക്കിലെ കൊടും തണുപ്പിൽ നിന്നാണ് ഇവിടെ ദില്ലിയിലെ കൊടും ചൂടിൽ വന്ന് കിടന്നത്. എന്നിട്ട് പോലും തൻ്റെ ആരോഗ്യനിലയെ പോലും വകവയ്ക്കാതെ അദ്ദേഹം സമരത്തിനൊപ്പം നിന്നു. ആശുപത്രിയിൽ എത്തിച്ചിട്ട് പോലും സമരം തുടർന്നു. എന്നിട്ടും നിങ്ങൾ എൻ്റെ ക്രെഡിബിലിറ്റിയെ സംശയിക്കുകയാണോ? ഇതൊക്കെ ചെയ്തതിന് ശേഷവും എനിക്കാരുടെയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ് ഇപ്പോൾ സോനം വാങ്ചുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് സോനം വാങ്ചുക്കും അതുപോലെ തന്നെ CJPയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം സോനം വാങ്ചുക്കിനെ മന്ത്രിമാർ സന്ദർശിച്ചതും സോനം വാങ്ചുക്കിന് സൂപ്പ് കൊടുക്കാൻ മന്ത്രിമാരെത്തിയതിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. അതായത് സോനം വാങ്ചുക്ക് ലഡാക്കിൽ കലാപമുണ്ടാക്കിയയാളാണ്. അതായത് ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചൈനീസ് സൈന്യം ഇന്ത്യയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവരെ സ്വാഗതം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചൈനയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൈനയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ ലഡാക്കിൽ ഒരു സംസ്ഥാന ഭരണം, അല്ലെങ്കിൽ ലഡാക്കിനൊരു സംസ്ഥാന പദവി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കളെ രംഗത്തിറക്കി, യുവാക്കളെ കലാപഭൂമിയിലേക്ക് വലിച്ചിറക്കിയ ഒരു വ്യക്തിയാണ് സോനം വാങ്ചുക്ക്.